ഹിമാലയൻ രാജ്യമായ നേപ്പാളിന്റെ ശാപമാണ് രാഷ്ട്രീയ അസ്ഥിരത. അതുകൊണ്ടുതന്നെ കലാപവും പ്രക്ഷോഭവും നേപ്പാൾ ഭരണകൂടത്തെ പലപ്പോഴും പ്രതിസന്ധിയിലാക്കാറുണ്ട്. പതിറ്റാണ്ടുകൾക്കിടയിൽ പുതുതലമുറ നടത്തിയ ഏറ്റവും വലിയ പ്രക്ഷോഭം കാട്ടുതീയായി പടർന്നപ്പോൾ രാജ്യം ഒന്നാകെ വിറച്ചു. നേതാവോ നേതൃത്വമോ ഇല്ലാതെ സോഷ്യൽ മീഡിയ ആഹ്വാനമനുസരിച്ച് തെരുവുകൾ കൈയടക്കിയ പുതുതലമുറയായ ജൻസികൾ പാർലമെന്റും പ്രസിഡന്റ് ഓഫീസും ഉൾപ്പെടെ സർക്കാർ സ്ഥാപനങ്ങൾ അഗ്നിക്കിരയാക്കിയപ്പോൾ ഗത്യന്തരമില്ലാതെ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ചുകൂടി. സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയതിനെതിരെ ഉയർന്ന കലാപം സർക്കാരിനെ തന്നെ മറിച്ചിടുന്ന തരത്തിൽ ശക്തി ആർജിച്ചിരിക്കുകയായിരുന്നു. ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിൽ താറുമാറായ നേപ്പാളിനെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കിയുടെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരമേറ്റു. രാജ്യത്തെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ സുശീല കാർക്കിക്ക് കലുഷിതമായ നേപ്പാളിനെ നയിക്കാൻ കഴിയുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പ്രക്ഷോഭവും പ്രതിഷേധവും കലാപവുമൊന്നും നേപ്പാൾ ജനതയ്ക്ക് പുതിയൊരനുഭവമല്ല. എന്നാൽ കഴിഞ്ഞയാഴ്ച നടന്ന അക്രമാസക്തമായ പ്രക്ഷോഭം നേപ്പാൾ ജനങ്ങൾക്ക് ആദ്യ അനുഭവമായിരുന്നു. ഇളം തലമുറ അഴിച്ചുവിട്ട കലാപ വിപ്ലവത്തിൽ നേപ്പാൾ നടുങ്ങിയെന്നു തന്നെ പറയാം. ഇതിനു പിന്നാലെ പലവിധ അഭ്യൂഹങ്ങൾ പരന്നു. കലാപത്തിനു പിന്നിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കൻ ബന്ധമുള്ള ഡീപ് സ്റ്റേറ്റിന്റെ സ്വാധീനമാണെന്ന് ചിലർ വിലയിരുത്തി. നേപ്പാളിനെ രാജഭരണത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ചില കേന്ദ്രങ്ങൾ യുവാക്കളിലൂടെ ശ്രമിച്ചുവെന്നായിരുന്നു മറ്റൊരു നിരീക്ഷണം. പ്രചരിച്ച അഭ്യൂഹങ്ങളിൽ കഴമ്പില്ലെന്ന് പറഞ്ഞ് ആരും തള്ളിക്കളഞ്ഞില്ല. അതിപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. ചൂണ്ടിക്കാണിക്കാൻ ഒരു നേതാവില്ലാതെ, കയ്യിൽ പിടിക്കാൻ ഒരു പതാകയില്ലാതെ ഒരു രാജ്യത്തെ നിയമ സംവിധാനങ്ങളെയെല്ലാം കലാപത്തിന്റെ മുൾമുനയിൽ നിർത്താൻ ജൻസി എന്നറിയപ്പെട്ട പ്രക്ഷോഭകാരികൾക്ക് കഴിഞ്ഞു. സർക്കാരിനെതിരെ സമരം ചെയ്യാൻ രാജ്യം മുഴുവൻ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുള്ളപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും ഒരുതരം മരവിപ്പിലായിരുന്നു. എന്നാൽ എല്ലാം ചുട്ടരിക്കാനുള്ള ആവേശവുമായി തെരുവിലിറങ്ങിയ ജൻസികളെ സർക്കാരിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചത് സോഷ്യൽ മീഡിയകൾക്കുള്ള നിരോധനമായിരുന്നു. സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ജനിച്ചു വീണ അവർക്ക് അതൊന്നുമില്ലാത്ത അവസ്ഥ ജീവശ്വാസം നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. സമൂഹമാധ്യമ നിരോധനത്തിനെതിരെ നടന്ന പ്രക്ഷോഭത്തിൽ സർക്കാരിന് രാജിവെക്കേണ്ടി വന്ന ലോകത്തെ ആദ്യ രാജ്യം ഒരുപക്ഷേ നേപ്പാളായിരിക്കും. അതുകൊണ്ടുതന്നെ നേപ്പാളിലെ ജൻസികളുടെ പ്രക്ഷോഭം ലോകമെങ്ങും ശ്രദ്ധ നേടിയിരുന്നു. അതിനൊരു കാരണം പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരുടെ പ്രായമായിരുന്നു. രണ്ടാമത് പ്രക്ഷോഭത്തിലേക്ക് അവരെ നയിച്ച ആവശ്യങ്ങൾ. ജൻസി എന്ന് വിളിക്കുന്ന ഇളം തലമുറ സ്കൂൾ കോളേജ് യൂണിഫോം ഇട്ട് തെരുവിൽ നടത്തിയ അക്രമാസക്തമായ പ്രതിഷേധം പലയിടത്തും കലാപാഗ്നിയായി പടർന്നപ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെ പലർക്കും രാജിവെക്കേണ്ടി വന്നു. സൈന്യമൊരുക്കിയ രക്ഷാകവചത്തിൽ ഒളിച്ചതുകൊണ്ട് മാത്രം പല ഉന്നതരെയും ജനക്കൂട്ടം തല്ലിക്കൊന്നില്ലെന്ന് മാത്രം. സമൂഹമാധ്യമ അടിമത്തത്തിൽ നിന്നുണ്ടായ സമരമെന്ന പരിഹാസത്തെ മറികടന്ന് അഴിമതിക്കും സ്വേച്ഛാധിപത്യത്തിനുമെതിരായ പുതിയ തലങ്ങളിലേക്ക് ജൻസി പ്രക്ഷോഭത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നേപ്പാളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിയമം പാലിക്കാത്തതിനെ തുടർന്ന് യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, എക്സ് തുടങ്ങി 26 പ്രധാന പ്ലാറ്റ്ഫോമുകൾക്ക് സർക്കാർ നിരോധനം ഏർപ്പെടുത്തി. രജിസ്ട്രേഷന്റെ പേരിൽ സോഷ്യൽ മീഡിയകളെ രാജ്യസുരക്ഷയിൽ കുടുക്കുകയായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് ആരോപണം. സർക്കാർ വിരുദ്ധ പ്രചാരണങ്ങൾ തടയുക എന്നതും ഭരണകൂടത്തിന്റെ ലക്ഷ്യമായിരുന്നു. യുവതലമുറകൾക്ക് സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ വിനോദങ്ങൾക്ക് മാത്രമല്ല, ആശയവിനിമയത്തിനും തൊഴിൽ മാർഗങ്ങൾക്കും പഠനത്തിനുമുള്ള അടിസ്ഥാന ഉപാധികളാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചതോടെ പലരുടെയും ജീവിതം നിശ്ചലമായി. ഇതോടെ തെരുവുകളിൽ ജൻസി എന്ന ഇളം തലമുറ അഗ്നിയായി ആളിപ്പടർന്നു. നേപ്പാളിൽ സർക്കാരിനെ അട്ടിമറിക്കുന്നതിലേക്ക് വിപ്ലവം നയിച്ചവരെ ജനറേഷൻ ഇസഡ് എന്നർത്ഥമുള്ള ജൻസി എന്നാണ് വിളിക്കുന്നത്. 1997നും 2012നുമിടയിൽ ജനിച്ചവരാണ് ഈ കൂട്ടർ. 13 മുതൽ 28 വരെ പ്രായപരിധിയിൽപ്പെടുന്നവരാണ് ജൻസികൾ. സ്മാർട്ട് ഫോണിനൊപ്പം വളർന്നതിനാൽ ഏറ്റവും പുതിയ സങ്കേതങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാനും ഇതിനൊപ്പം ഇഴുകിച്ചേരാനും കഴിവുള്ളവരാണവർ. അഴിമതിയും ദുർഭരണവും മൂടിവെക്കാനാണ് സോഷ്യൽ മീഡിയ നിരോധനമെന്ന് ജൻസി ആരോപിച്ചു. വോട്ട് ചെയ്യാൻ പോലും അത്ര താൽപ്പര്യമില്ലാത്ത ജൻസി തലമുറയ്ക്ക് നേപ്പാളിൽ നടത്തിയ പ്രക്ഷോഭത്തിന്റെ പ്രധാന ലക്ഷ്യം ജനാധിപത്യ പ്രതിബദ്ധതയായി കാണാൻ കഴിയില്ല എന്നാണ് വിലയിരുത്തൽ. അവർ പ്രധാനമായും ലക്ഷ്യമിട്ടത് ഡിജിറ്റൽ സ്വാതന്ത്ര്യമായിരുന്നു. എങ്കിലും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നായ മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിച്ചു എന്നത് ജൻസിക്ക് ലഭിച്ച നേട്ടമാണ്. സോഷ്യൽ മീഡിയ ഡിസോർഡർ അഥവാ SMD എന്ന് വിളിക്കുന്ന സമൂഹ മാധ്യമങ്ങളോടുള്ള അഡിക്ഷനെ വിശേഷിപ്പിക്കുന്ന അവസ്ഥ മാത്രമല്ലായിരുന്നു ജൻസികൾക്ക്. അതായത് സമൂഹമാധ്യമങ്ങൾ നിരോധിച്ചതുകൊണ്ട് മാത്രം പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭമല്ല നേപ്പാളിലുണ്ടായതെന്ന് വ്യക്തം.
രാജ്യത്തെ സമസ്ത മേഖലയെയും ഗ്രസിച്ച അഴിമതിക്കെതിരെയുള്ള യുവതയുടെ പ്രതികരണം കൂടിയായിരുന്നു അത്. 239 വർഷം പഴക്കമുള്ള രാജഭരണം അവസാനിപ്പിച്ച 2008 ശേഷം നേപ്പാളിൽ വന്നുപോയത് 13 സർക്കാരുകളാണ്. 17 വർഷത്തിനുള്ളിൽ ഇത്രയും സർക്കാരുകൾ മാറി മാറി ഭരിച്ചു എന്നതിൽ നിന്നു തന്നെ നേപ്പാളിലെ ജനാധിപത്യം എത്രയോ ശുഷ്കമാണെന്ന് മനസ്സിലാക്കാം. 2008 മുതൽ നവനേപ്പാൾ എന്ന മുദ്രാവാക്യം എല്ലാ മുഖ്യധാരാ പാർട്ടികളും മുന്നോട്ട് വച്ചിരുന്നു, പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികൾ. എന്നാൽ രാഷ്ട്രീയക്കാർ മാത്രം പ്രയോജനമുണ്ടാക്കുന്ന പതിവ് കാഴ്ചയാണ് നേപ്പാളിൽ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. അഴിമതിയും ഭീകരമായ തൊഴിലില്ലായ്മയും രാഷ്ട്രീയ അസ്ഥിരതയും യുവാക്കളെ സർക്കാർ വിരുദ്ധരാക്കുന്നുണ്ടായിരുന്നു. അനർഹമായി ഉന്നത ജോലിയും സമ്പത്തും കൈയടക്കുന്ന രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വരേണ്യരുടെ നെപ്പോ കിഡ്സുകളുടെ ആഡംബര ജീവിതം സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത് തൊഴിൽ രഹിതരായ യുവാക്കളെ നിരാശരും കോപാകുലരുമാക്കി. വ്യക്തമായ രാഷ്ട്രീയ ബോധമില്ലാതെ ഒരു വിഭാഗത്തിന്റെ മാത്രം ആവശ്യം നിറവേറ്റാനായി നയിച്ച കലാപത്തിൽ സർക്കാർ നിലംപതിച്ചതോടെ രാജ്യത്തെ നയിക്കാൻ ആരുമില്ലാതെയായി. അത്യന്തം അപകടകരമായ ഈ അവസ്ഥയിലാണ് സൈന്യം രാജ്യത്തെ നയിക്കാൻ തയ്യാറായത്. രാഷ്ട്രീയത്തിൽ ഇടപെടാതെ രാജ്യസംരക്ഷണം മാത്രം മുൻനിർത്തി മുന്നോട്ടു പോകുന്നവരാണ് നേപ്പാളിലെ സൈന്യം. രാജ്യത്ത് സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സൈനിക മേധാവി അശോക് രാജ് സിഗ്ദൽ മുന്നോട്ട് വന്നതോടെ ഇടക്കാല സർക്കാർ എന്ന ആശയത്തോട് ജൻസികളും അവരെ പിന്തുണയ്ക്കുന്നവരുമെത്തി. അങ്ങനെയാണ് രാജ്യത്തെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയുടെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരമേറ്റത്. സുശീല കർക്കിയുടെ നിർദ്ദേശപ്രകാരം പാർലമെന്റ് പിരിച്ചുവിട്ട പ്രസിഡന്റ് രാമചന്ദ്ര പൗഡേൽ മാർച്ച് 5-ന് പൊതുതിരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചു. ഇതിനെതിരെ രംഗത്തെത്തിയ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് നിരക്കാത്ത സ്വേച്ഛാധിപത്യ നടപടിയാണ് പ്രസിഡന്റിൽ നിന്നുണ്ടായതെന്ന് ആരോപിച്ചു. അതിനിടെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ സുശീല കാർക്കിയെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സ്ത്രീ ശാക്തീകരണത്തിന്റെ തിളങ്ങുന്ന ഉദാഹരണമാണ് സുശീലയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സുശീല കാർക്കിയുടെ ഇടക്കാല സർക്കാർ നേപ്പാളിൽ ജനാധിപത്യത്തിന് പുതിയൊരു പാത വെട്ടിയൊരുക്കുമോ എന്ന ആകാംക്ഷ പലർക്കുമുണ്ട്. അതോ ജൻസികളും മറ്റും അനുകൂലിക്കുന്ന രാജഭരണത്തിലേക്ക് നേപ്പാൾ മടങ്ങിയെത്തുമോ? കണ്ടറിയാം നേപ്പാളിലെ രാഷ്ട്രീയ പകിടകളികൾ.